യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ സമാപിച്ച് അദ്ദേഹം ആരോഹണം ചെയ്തതിൻ്റെ അനുസ്മരണമാണ് നമ്മൾ കുരിശിൻ്റെ ആഘോഷം വഴി നിർവഹിച്ചിരിക്കുന്നത്. കസേരയുണ്ടോ അച്ഛന്മാർക്ക് കൊടുക്കാൻ? അദ്ദേഹം കുരിശിൽ മരിക്കുന്നതിന് മുമ്പ്, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് പറഞ്ഞ എന്താ പിതാവിനോട് പറഞ്ഞു? അല്ലെ എല്ലാവരും കേൾക്കാൻ പറഞ്ഞു. ഇതാ സകലവും പൂർണ്ണമായിരിക്കുന്നു, പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥവ്യാപ്തി ഈ ആരോഹണത്തിലും കാണണം. പുനരുത്ഥാന ശേഷം അദ്ദേഹത്തിൽ കാണുന്ന വ്യത്യാസങ്ങൾ നൽകുന്ന സൂചനകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളും അത് വിശദമാക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവരോട് ഇരുന്നോട്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ. അപ്പോൾ അതിലിപ്പോൾ വ്യത്യാസമുണ്ട്. അന്നത്തെ ആയിരിക്കുന്ന സ്ഥിതിയും ഇന്നത്തെ ആയിരിക്കുന്ന സ്ഥിതിയും തമ്മിൽ വളരെ അന്തരമുണ്ട്. അന്നവർക്ക് ഏത് സമയത്തും അദ്ദേഹത്തെ കാണാനും കേൾക്കാനും തൊടാനും ശകാരിക്കാനും വേണ്ടുമെന്ന് ആക്രമിക്കാനും ഒക്കെ കഴിയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ എപ്പോഴും കാണുന്നില്ല. എന്നാൽ കൂടെ കൂടെ അദ്ദേഹം പ്രത്യക്ഷനാകുകയും അപ്രത്യക്ഷനാകുകയും ചെയ്യുന്നതിൻ്റെ സൂചന എന്തായിരിക്കാം? നിങ്ങളെന്നെ കണ്ടാലും കണ്ടില്ലേലും ഞാൻ കൂടെ ഉണ്ട്. ചിലപ്പോൾ അപ്പിയർ ചെയ്യും, പൊടുന്നനെ ഡിസപ്പിയർ ചെയ്യും. കാണാതെ വിശ്വസിച്ചവരുണ്ട്, കണ്ട് വിശ്വസിച്ചവരുണ്ട്. അതിൽ ഗുരുത്വമുള്ളത് കാണാതെ വിശ്വസിച്ചവരാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളൊക്കെ ആ ഗ്രൂപ്പിൽ വരുമല്ലോ. അപ്പോൾ സകലവും പൂർത്തിയായിരിക്കുന്നുവെന്ന് പറയുന്ന ഒരു പ്രസ്താവന ആത്മസംതൃപ്തിയുടേതാണ്. മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനന്തജ്ഞാനത്തിലെ അറിവ് നിമിത്തം ഉണ്ടാക്കിയ പദ്ധതിയാണല്ലോ ദൈവം മനുഷ്യനായി വരണമെന്നും മരിക്കണമെന്നും ഉദ്ധാനം ചെയ്യണമെന്നും ആരോഹണം ചെയ്യണമെന്നും ഉള്ളതല്ല. ആ ജോലിയെല്ലാം പൂർത്തിയാക്കിയതിൻ്റെ സംതൃപ്തിയോടെ പറയുന്നു, സകലവും പൂർത്തിയായി. ടെലസ്തേന്നെങ്ങാണ്ട് നിങ്ങൾ പഠിച്ചതില്ലയോ? ഗ്രീക്കിൽ പറയുന്നത് എന്നാ? സകലവും പൂർത്തിയായിരിക്കും. ടെലസ്തേ എന്നൊക്കെ പറയാൻ തുടങ്ങുന്ന ഒരു വാക്യമുണ്ട്. ഇത് അദ്ദേഹത്തിന് മാത്രം ചേരുന്ന ഒരു വാക്യമല്ല. പ്രത്യേകം ഏത് ചുമതല വഹിക്കുന്നയാളിനും, ഒരു വൈദികനും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി, അല്ലെ അവസാനം സമ്മറി ഇവാലുവേഷൻ പോലെ പറയുന്നു, എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ്. അത് വരാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും അത് ഏറെ സംതൃപ്തിയോടെ പറയുന്നതാണ്, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർണ്ണമാക്കിയിരിക്കുന്നു. ഇത് നമ്മൾ സ്വപ്നം കാണേണ്ട ഒരു കാര്യമാണ്. ഏൽപ്പിച്ച ജോലി എങ്ങനെ നടക്കുന്നു, അല്ലെ പൂർണ്ണമാകുന്നു? ഇതിൻ്റെ സൂചനകൾ യേശു ക്രിസ്തു പറഞ്ഞ പല സന്ദർഭങ്ങളിലും ഉണ്ടല്ലോ. യജമാനൻ വന്നു, അപ്പോൾ ഓരോ അളവിൽ താലന്തുകൾ ഏൽപ്പിക്കപ്പെട്ടവരെ വിളിക്കുന്നു. അവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവർക്കും സന്തോഷവും അനുഗ്രഹവും കൊടുക്കുന്നു. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. എന്താ യേശു ക്രിസ്തുവിൻ്റെ സന്തോഷം? ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ സന്തോഷം പിതാവാം ദൈവം ഏൽപ്പിച്ചതെന്തോ അത് പൂർണ്ണമായിട്ട് ചെയ്യുന്നു. അതാ അദ്ദേഹത്തിൻ്റെ സന്തോഷം. അത് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുക. വിശ്വസ്തനും കൊള്ളാവുന്നവനുമായ ദാസ, നല്ലവനും വിശ്വസ്തനും. അതെല്ലാം സൂക്ഷിച്ച് അദ്ദേഹം പറയുന്നു. ഓരോ പദവും വളരെ കെയർഫുള്ളായിട്ട് യേശു ക്രിസ്തു പറയത്തുള്ളൂ. ഇസ് എ ഗുഡ് മാൻ. ഗുഡ്നെസ് ദൈവത്തിൻ്റെ സ്വഭാവമാണ്.
വിശ്വസ്തത മനുഷ്യരിൽ ഉണ്ടാകേണ്ടതാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസ, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക്. അത് യജമാനൻ ഇവരെ ജോലിക്ക് വിട്ടതാണ്. ജോലിയെല്ലാം ചെയ്ത് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ താലന്ത് വെച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കിയ ശേഷം തിരിച്ചു വരുമ്പോൾ പറയുന്നതാണ് യജമാനൻ്റെ സന്തോഷം. ഇപ്പോഴാണ് യജമാനൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കും. എൻ്റെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് ഇതാ ഏൽപ്പിച്ച ജോലി. പക്ഷേ അവസാനത്തേവനോട് അങ്ങനെ ഒരു സന്തോഷമില്ല. ദുഷ്ടനും മടിയനും എന്നൊക്കെ അവനെ വിളിക്കും. അപ്പോൾ ഈ സന്തോഷ പ്രസ്താവന, യജമാനൻ്റെ സന്തോഷത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ആർക്കൊക്കെ ബാധകമാണെന്ന് ചിന്തിച്ചു. ഏത് മനുഷ്യൻ, ഇത് വൈദികരെന്നോ മന്ത്രിയെന്നോ വ്യത്യാസമൊന്നുമില്ല. ഏത് മനുഷ്യനും ബാധകമാണ്. യജമാനന് സന്തോഷമുണ്ടാക്കുന്ന പോലെയൊക്കെ ആയിരിക്കുക. അവസാനം പറയും, കേൾക്കാം, നല്ലവനും വിശ്വസ്തനും. പിന്നെ സ്റ്റേറ്റ് ബോൾ പറഞ്ഞതൊക്കെ ഉണ്ട്, നല്ല പോർവേദി ഓട്ടം തികച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതായി. ഈ കാര്യങ്ങൾ എല്ലാ വൈദികരും ഉത്തരവാദിത്തമുള്ള ഏത് ജോലി ചെയ്യുന്നവർക്കും ചിന്തനീയമാണ്. യജമാനന് നമ്മളെ ജോലി കൊണ്ട് നമ്മളെ കൊണ്ട് സന്തോഷം ഉണ്ടാകുമോ ദുഃഖം ഉണ്ടാകുമോ എന്ന് അത് ഈ പട്ടംകുടയിൽ പറഞ്ഞു. ഇതുകൊണ്ട് എനിക്ക് ദുഃഖം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് വല്ലപ്പോഴും ചിന്തിക്കുന്നത് നല്ലത്. നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് അഭിമാനിക്കുന്നു. മറ്റാർക്കും ചെയ്യാനാകാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, നല്ല ഒന്നാന്തരമായിട്ട് പ്രസംഗിച്ചു, 5 പോയിൻ്റ് പറഞ്ഞു, നന്നായിട്ട് പാട്ട് പാടി, ഇതൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് പാടി. ഇടവയൊക്കെ വളരെ ഇൻ്റലിജൻ്റായിട്ട് ലീഡ് ചെയ്തു പാരീഷ്. അച്ഛൻ പോകാൻ നേരം ഇടവക്കാരെല്ലാം കരയാൻ തുടങ്ങി. ട്രാൻസ്ഫർ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ലൗകികമായി ഒരു സംതൃപ്തി തരുന്നതാണ്. ഞാൻ വിചാരിച്ചാലും വല്ലതൊക്കെ നടക്കും എന്നൊക്കെ നമുക്ക് തോന്നും. ഇതാണോ യജമാനന് സംതൃപ്തി, സന്തോഷം കൊടുക്കുന്നത്? എന്താ? നമ്മിലുള്ള വിശ്വസ്തതയും ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ചെയ്യാനുള്ള കടമകൾ അത് പൂർണ്ണമായി നിർവഹിക്കുകയും അതിനപ്പുറത്തോട്ടുള്ളത് ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യുമെങ്കിൽ സന്തോഷമായി. കൽപ്പിച്ചതെല്ലാം ചെയ്ത ശേഷം പറയണം, വി ആർ യൂസ്ലെസ് സെർവൻസ്. ഇതെങ്ങനെ ന്യായീകരിക്കും? എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു അതെല്ലാം ചെയ്തു. എന്നിട്ട് പറയുക കഠിനമാക്കുക, യൂസ്ലെസ് സെർവൻസ്. ഇത് പോരാ. സോ ഈസ് വെയിറ്റിംഗ് ഫോർ സംതിങ് മോർ. എന്തൊക്കെ അധികം കാണാൻ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെപ്പോലുള്ളവരെല്ലാം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് തൃപ്തിയാകുന്നില്ലെങ്കിൽ പിന്നെ എന്താ മൈനസ് ബാക്കി നിൽക്കുന്നത്? എന്താ? അപ്പോൾ കൂടുതൽ ചെയ്യണം. അതിന് പ്രതിഫലം കണക്കിടുന്ന ഇവിടെ അല്ല. മനുഷ്യനല്ല മാർക്കിടേണ്ടത്, ദൈവമാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് മാർക്കിടേണ്ടത് മനുഷ്യരല്ല. അവർ മാർക്കിടുമായിരിക്കും, അല്ലെങ്കിൽ ലീഡർഷിപ്പിന് വേണ്ടി കടിപിടി കൂടുമായിരിക്കും. പക്ഷെ മാർക്കിടുന്നത് വേറൊരു സ്ഥലത്താണ്, വേറൊരു നിലയിലാണ്. ഇന്ന് ഈ ഷമ്മാശൻ, അദ്ദേഹത്തിൻ്റെ സഹപാഠികളും ഒക്കെ ഇവിടെ ഉണ്ട്. അധ്യാപകരാരും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ പട്ടംകുടയുടെ ബഹളമായതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടും. പ്രത്യേകിച്ച് സർക്കാരായിട്ട് അച്ഛന്മാരെ കിട്ടത്തുമില്ല. പഠനമെല്ലാം പൂർത്തീകരിച്ച് അദ്ദേഹത്തിനെ സെമിനാരിയിലെ പ്രഥമാധ്യാപകൻ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, എലിജിബിൾ ടു ഗെറ്റ് ഓർഡൈൻഡ്. അതുകൊണ്ട് എലിജിബിലിറ്റി ആകുമോ? നിങ്ങൾ പരീക്ഷ എഴുതി കോപ്പി അടിച്ചോ അല്ലാതെയോ പുസ്തകത്തിൽ നിന്ന് പകർത്തിയോ AI ഉപയോഗിച്ചോ ഒക്കെ നിങ്ങളങ്ങ് ജയിക്കും. ഇസ് ഇറ്റ് ദ റിയൽ ക്വാളിഫിക്കേഷൻ? എലിജിബിൾ എന്ന് പറയാൻ നോക്കുമോ? അത്രയും ചെയ്താൽ ലൈബ്രറിയിൽ നിന്ന് 5-6 പുസ്തകം ഇങ്ങനെ എടുത്ത് നല്ല പാസേജ് ഇങ്ങോട്ട് എടുത്തിട്ട് AIക്ക് കൊടുക്കുന്നു. നല്ല വൃത്തിയായിട്ടുള്ള essay ആയിട്ട് ഇങ്ങോട്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും തരുന്നു. അപ്പം ഞാൻ ചോദിക്കും, ഡിഗ്രി കൊടുക്കേണ്ടത് ബഷീനാണോ നിങ്ങൾക്കാണോ? ഇത്രയും ഭംഗിയായിട്ട് തീസിസൊക്കെ ഇങ്ങോട്ട് കിട്ടിത്തരണമെങ്കിൽ AI മെഷീൻ കിട്ടണമെങ്കിൽ ഡിഗ്രി കൊടുക്കേണ്ടത് AIക്കാണോ വിദ്യാർത്ഥിക്കാണോ? ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇതിനേക്കാൾ ഭയങ്കരമായി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ സെമിനാരി സാക്ഷ്യപ്പെടുത്തി ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ് ജേക്കബ് ഷമ്മാശൻ.
പഴയ നിയമത്തിലെ വിഖ്യാതമായ ഒരു പേരാണ്. പുതിയ നിയമത്തിലും അതേ പേരുണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, യാക്കോബ്. പഴയ നിയമത്തിലെ പുള്ളിക്കാരന് ഒട്ടും മോശമല്ലായിരുന്നു. ഞങ്ങളൊക്കെ ആ കടത്തിൽ പെടുന്നവരാ, ഒരേ പേരാ. ചേട്ടൻ്റെ കാല് വാരുന്ന ആളാണ്. അങ്ങനെ ചേട്ടനെ അപ്പനെയും കളിപ്പിക്കാനൊക്കെ ഞങ്ങളെ കുറേയുള്ളവർക്ക് അറിയാം, യാക്കോബന്മാർക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവമുണ്ടായി. പിന്നീട് ആ ജ്യേഷ്ഠനെ കാണുന്ന ഉടനെ പറയുന്ന വാക്ക് കേട്ട അദ്ദേഹം തന്നെ അതാ പറയുന്നത്, അത്ഭുതപ്പെട്ടു വന്നു. ദൈവത്തിൻ്റെ മുഖം കാണുന്ന പോലെ നിന്നെ കാണുന്നതൊക്കെ പറഞ്ഞാൽ ഈ പുള്ളി തന്നെയാണോ പറയുന്നത് നമുക്ക് തോന്നുന്നു. ദൈവം അവനെ അനുഗ്രഹിച്ചു. ഒരുപാട് കഷ്ടപ്പാടുണ്ടായി. യോസഫ് മിസ്രൈമിൽ എന്നതുപോലെ യാക്കോബിന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായി. പക്ഷേ ആ ലൈനിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മൂന്നാമത്തെ ഗോത്രപിതാവാണ്. വലിയ ആളാണത്, പേട്രിയാർക്ക്. പുതിയ നിയമത്തിൽ കൊണ്ട് യാക്കോബ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം എഴുതിയ ചില ലേഖനവും ലഭ്യമാണല്ലോ. അപ്പോൾ ഇന്ന് ഇദ്ദേഹം വൈദിക സ്ഥാനത്തേക്ക് നമ്മുടെ എല്ലാം മധ്യസ്ഥതയിൽ ഈ യാക്കോബ് ശമ്മാശം കശീശായി തീരണം. ദൈവം അതിന് കനിയണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. വെറുതെ ആശംസ പറഞ്ഞേച്ച് പോയപ്പോൾ അദ്ദേഹം എന്താണോ സ്വീകരിക്കാൻ പോകുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രേസ്, കൃപ, ദൈവ നൽവരം, അതാണ് ഗ്രേസ്, നല്ല വരം. അതെന്തൊക്കെ നൽവരം ഒരു പുരോഹിതന് വേണ്ടിയിരിക്കുന്നുവോ അതെല്ലാം പ്രാപിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തി യജമാനന് സന്തോഷം കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു നല്ല വൈദികൻ. വിദ് എന്ന ധാതുപദത്തിൽ നിന്നാണ് ഈ വൈദികനും ഒക്കെ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥി അല്ല, അത് ജ്ഞാനത്തിൻ്റെയും ഒരു മൂലപദമായിരുന്നു. നിർവചിക്കാൻ പ്രയാസമാണ്. വിദ് എന്നുള്ള ധാതു, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായി വരുന്നത്. ഓം എന്ന് പറഞ്ഞ പോലെ തന്നെ വൈദ്യുതി എല്ലാം അതിൽ നിന്ന് വരുന്ന ഒറ്റ മൂലപദത്തിൽ നിന്നാണ്. അങ്ങനെ വൈദികൻ വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഒരു എമ്മാച്ച് മലയാളം അറിയാൻ മേലാത്ത ആളുണ്ടല്ലേ? സാഹിബിന് മലയാളം അറിയാമോ? കുറച്ചറിയാം. മലയാളം അറിയാൻ മേലാത്ത നിങ്ങളുടെ ഒരു സുഹൃത്ത് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ ചോദിക്കാതെ മലയാളം അറിയാമോ? വളരെ ക്ലേശകരമായ ഒരു ജോലിയാണ് ഒരു വൈദികൻ്റെ. At the same time he has to touch the divine presence and is to be available to the people. ഇത് രണ്ടും കൂടി ചേർത്ത് പറഞ്ഞാൽ ഒരൊറ്റ ചോദ്യം നിൽക്കും, am I available to God? ചിന്തിച്ച് നോക്കാം. എന്നോടാ ഞാൻ പറയും, am I available to God? Now he is happy. ഈ അവൈലബിലിറ്റിയാണ് നമ്മളെ അളക്കുന്ന സ്കെയിൽ. That is why I said it's a very difficult job. How can a human being be at the same time like an angel and a perfect human being? This striking a balance. When he turns to the east in the altar, he is in the living presence of God. So he is standing near to God. Turning to the congregation, he is addressing the people. So he is one with the congregation. He is one with the congregation, literally. So that is why I said it's a very difficult job. Turning to the east or to the thronos, he is appealing to God on his own behalf and behalf of the people. There he is entering into the mysteries of God, which cannot be defined. But at the same time, he is one with the congregation. And that is the defining moment in his life when he goes up to the stage, to the dargah, to celebrate the Holy Qurbana. A person is ordained as a priest primarily to celebrate the Holy Qurbana. Remember that. But at the same time, he is a kind of shepherd. He has to cater to the different needs, difficulties, illness, death in the congregation. That means that person has to relate himself to a variety of people with a lot of differences among them, individual differences. Some may like him, some may dislike him and his sermons, especially the sermons. So take care.
Let you prepare for the sermon. So this is a very, as I repeat that, it's a very critical, very difficult job that he is to undertake from today onwards. And let us pray God to fill him with the grace, whatever grace he needs as a priest, not for a day, but for all days ahead. For the entire life, he needs that murmuring coming from behind. Don't be afraid. What Yahweh said to Moses, he said, അങ്ങോട്ട് നോക്കിയിരിക്കുക, ഇങ്ങോട്ട് നിങ്ങൾ താങ്കൾക്ക് വേണ്ടി ഈ പറയുന്നത് ഇംഗ്ലീഷ്, അങ്ങോട്ട് നോക്കിയിരുന്നത് എങ്ങനെ? A soft sound coming from behind, my presence shall go with, എനിക്കിഷ്ടമുള്ളൊരു വാചകമാണ്. My presence shall go with you. In his alienation, in his loneliness, when people accuse him of this and that, then he turns to his gods and sheds tears. Then comes the reassuring statement, don't be afraid, my presence shall go with you. That is the assurance, that is the forte that we have any day, every day. And pray for him. ഈ ഇടവകയിലെ ആലക്കുടി സെൻറ്റ് തോമസ് ഇടവകയിലെ ഇവിടെ മരിച്ചുപോയ റമ്പാച്ചനെ വളർത്തിയ, പിന്നെ ഇവിടെ ഇരിക്കുന്ന വല്യച്ഛനും കൊച്ചച്ഛനും ഒക്കെ ഇവിടുത്തെ ഇതിനെ ശുശ്രൂഷിച്ചിട്ടുള്ളവരാണ്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട അത് ചാക്കോ എന്ന് പറഞ്ഞാൽ ജേക്കബാണ്, അദ്ദേഹമാണ് ഇപ്പോഴത്തെ ശുശ്രൂഷ. പിന്നെ സഹപാഠികൾ, നിങ്ങൾ ഇന്നലെ നാളെ അച്ഛന്മാരാകുമല്ലോ. ഇത് ഓർത്തോ, ദൈവത്തിൻ്റെ അടുത്ത് വളരെ സ്വച്ഛന്തമായ നിർമ്മലമായ മനസാക്ഷി, ഇത് മാത്രമേ ദൈവം ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ വേഷവിധാനവും ഒരു വെള്ള ഊറാറായൊക്കെ അവിടെ വെച്ചോ ഒരു കുഴപ്പമില്ല, പക്ഷേ God is waiting for something else. Just to walk an extra mile. അതാ ഇത് പോരാ, എല്ലാം ചെയ്താലും പ്രയോജനമില്ലാത്ത ദാസ എന്ന് പറയണമെങ്കിൽ എന്തോ ഒരു സ്പേസ് അവിടെ കാണുന്നുണ്ട്. നമ്മുടെ വേഷം ഒന്നുമല്ല, ധാടിയായ പ്രസംഗങ്ങളും വാക്കുകളും ഒന്നുമല്ല, ഈ സൂത്രമൊക്കെ അടിച്ചുകൊണ്ട് നടക്കുന്ന ഒന്നുമല്ല നമ്മുടെ വില. അതെന്താണെന്ന് അന്വേഷിച്ചോളൂ. നമ്മൾ നന്നായി ചെയ്യുന്ന വ്യാപാരങ്ങൾക്കൊരു പരിമളമുണ്ട്, പരിമല തിരുമേനി പോലെ ഒരു പരിമളം, അതാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും താമസിയാതെ എവിടെയെങ്കിലുമൊക്കെ വലുതോ ചെറുതോ പള്ളിയിലൊക്കെ പോകേണ്ടി വരും. അതിന് തയ്യാറാന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർ. അതിനൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി ദൈവത്തെയും ജനങ്ങളെയും ശുശ്രൂഷിക്കണം, ദൈവത്തെയും ദൈവജനത്തെയും ശുശ്രൂഷിക്കണം. അനുസരിക്കുന്നവർ കാണും, അനുസരിക്കാത്തവർ കാണും, ചോദ്യം ചെയ്യുന്നവർ കാണും, ഒരു സ്വൈര്യതയും തരാത്തവർ കാണും. ഇടവകയിൽ ബഹളം വെക്കാനായിട്ട് മാത്രം പൊതുവതിൽ വരുന്നവർ കാണും. ഇവിടുത്തെ കാര്യമല്ല, ഇവിടെ ചാലക്കുടി യാതൊരു ബഹളവും ഇല്ലെന്നറിയാം. അങ്ങനെ ഒരു സ്ഥലത്തോട്ടായി പോകുന്നത്. വേദപുസ്തകമായി ചെന്നാക്കളുടെ ഇടയിൽ ആളിനെ പോലൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ ചെന്നാക്കളൊന്നും ഇല്ലെന്ന് വെച്ചു. പക്ഷേ കൊയ്ത്ത് വളരെ, വേലക്കാർ ചുരുക്കം. Harvest is in plenty, you don't have laborers. So pray for that. That the master of the house will send laborers for the harvest. അങ്ങനെ ദൈവത്തെ ജനങ്ങളെ ശുശ്രൂഷിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാകണം. അവരെ തിരിച്ചറിയണം, അവർ തന്നെ ആയിരിക്കണം. എന്തായി ഹാർവെസ്റ്റ് എന്നോ ആരാണ് വേലക്കാരോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചോളൂ. കൊയ്ത്ത് വളരെ, വേലക്കാർ ചുരുക്കം. അത് അച്ഛന്മാരുടെ കാര്യം മാത്രമല്ല ഈ പറയുന്നത്. ദൈവത്തിൻ്റെ സഭയിൽ പ്രവർത്തിക്കാൻ ആളുകൾ വേണം, മിഷനറിമാർ വേണം. നമുക്കില്ല. സന്യസ്തർ വേണം, അത് മിക്കവാറും ഇല്ല. ഉണ്ടോ? മിക്കവാറും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, ഒട്ടും ഇല്ലയെന്ന് പറഞ്ഞില്ല. മിഷനും മോണസ്റ്റിസവും ഇങ്ങനെ ഇറങ്ങി വരണ്ട് പോയിക്കൊണ്ടിരിക്കുക, പമ്പാ നദി പോലെ. പിന്നെ ജനങ്ങളുടെ ഇടയിൽ എക്സോർട്ട് ചെയ്യുന്ന, ഉപദേശം കൊടുക്കുന്നവർ, ഉപദേശിച്ച് വിളിക്കരുതില്ല, ഉപദേശം കൊടുക്കുന്നവർ വേണം. നല്ല ജീവിത മാതൃകയാണ്. ഇതെല്ലാം വേലക്കാരാണ്. കൊയ്ത്ത് വളരെ, വേലക്കാർ ചുരുക്കം. ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരല്ല. അധ്യാപകരായാലും അങ്ങനെ തന്നെ, ശമ്പളത്തിന് വേണ്ടിയാണ് അധ്യാപകർ. അതെ, ശമ്പളം വേണമില്ല ഇങ്ങനെ ജീവിക്കുന്നത്, പക്ഷേ ശമ്പളത്തിന് വേണ്ടിയല്ല പഠിപ്പിക്കുന്നത്. വൈദികർ ശുശ്രൂഷിക്കുന്നു, ശമ്പളം വാങ്ങിക്കാൻ ശമ്പളം വളരെ കുറവാണ്, അതുകൊണ്ടൊന്നും ജീവിക്കാനൊക്കത്തില്ല. പക്ഷേ
ശമ്പളം, അല്ല അതിനപ്പുറത്തുള്ള എന്തോ വലിയ പ്രതിഫലമുണ്ട്. കേവലം സാലറിക്ക് വേണ്ടി അല്ലല്ലോ അച്ഛന്മാർ, അല്ല ഈ വല്യച്ഛന്മാർ അവരുടെ കാലത്ത് വളരെ കുറവായിരുന്നു ശമ്പളം. ചോദിച്ചു നോക്കല്ലേ, എന്ത് ഞെരുങ്ങിയാണെന്ന്. ഇപ്പോൾ കുറച്ചുകൂടി സൗകര്യമുണ്ട്. ഇപ്പോൾ എന്ത് ഞെരുങ്ങിയാണെന്നറിയാമോ ഇപ്പോൾ ഈ നരച്ചിരിക്കുന്ന ഈ അച്ഛന്മാരൊക്കെ ഇവിടെ, പ്രത്യേകിച്ച് കൊച്ചിയിൽ ശുശ്രൂഷിച്ചിട്ടുള്ളതെന്ന് അവരോട് ചോദിച്ചറിയണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സിസ്റ്റർമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഷമ്മാശൻ നല്ലൊരു പാട്ടക്കാരനായി തീരുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ദൈവവും മനുഷ്യരും പ്രീതിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മുടെ കടമയാണ്. എന്തോ കണ്ട് കേട്ട് പോകുകയല്ല. ദയവായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ.